4 വർഷമെടുത്തെങ്കിലും കവളപ്പാറ ദുരന്തത്തിൽ സർവ്വവും നഷ്ടമായവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളും വാഗ്ദാനം ചെയ്ത സഹായങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കവളപ്പാറയിലെ അനുഭവം മുൻനിർത്തി ചൂരൽമലയിൽ സഹായം വാഗ്ദാനം ചെയ്ത എല്ലാവരെയും കൂട്ടിപ്പിടിച്ചാൽ വളരെ വേഗത്തിൽ പുനരധിവാസം സാധ്യമാകേണ്ടതാണ്. കവളപ്പാറ ദുരന്തത്തിൽ 42 വീടുകളാണ് പൂർണ്ണമായി തകർന്നത്. സമീപ പ്രദേശത്തുള്ള 86 വീടുകൾ വാസയോഗ്യമല്ലാത്ത തരത്തിലായി. ഇതോടെ ആദ്യഘട്ടത്തിൽ 128 വീടുകൾ നിർമ്മിക്കുകയായിരുന്നു സർക്കാർ ലക്ഷ്യം. ഈ 128 വീടുകൾക്കും ആവശ്യമുള്ള ഭൂമി വാങ്ങി നൽകിയത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ്. ഓരോ കുടുംബത്തിനും 6 ലക്ഷം രൂപ വീതമായിരുന്നു സ്ഥലം വാങ്ങാൻ മാത്രമുള്ള ഫണ്ട്. ഇത് പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നെടുത്തു. പിന്നീടാണ് സന്നദ്ധ സംഘടനകൾ വാഗ്ദാനം ചെയ്ത സഹായങ്ങൾ ഏകോപിപ്പിച്ചത്. 32 വീടുകൾ MA യൂസഫ് അലി പണിത് നൽകി. ബാക്കി വരുന്ന 96 വീടുകൾക്കായി ഓരോന്നിനും 4 ലക്ഷം രൂപ വീതം സർക്കാർ വീണ്ടും ഗുണഭോക്താക്കൾക്ക് നൽകി. ഇതോടെ സർക്കാർ ആകെ നൽകിയ 10 ലക്ഷം ഉപയോഗിച്ചാണ് 96 വീടുകൾ ഗുണഭോക്താക്കൾ തന്നെ സ്ഥലം കണ്ടെത്തി പണിതത്. ദുരന്ത ഭൂമിയുടെ സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറിയും മറ്റും നിരവധി വീടുകൾ ഉപയോഗശൂന്യമായിരുന്നു. ഇവർക്ക് സന്നദ്ധ സംഘടനകൾ വീട് വെച്ച് നൽകി. ഭവനരഹിതരായ ആളുകൾക്ക് സുമനസ്സുകൾ നൽകിയ ഭൂമിയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സംഘടന 14ഉം പീപ്പിൾസ് ഫൗണ്ടേഷൻ 27ഉം സർക്കാർ വാങ്ങി നൽകിയ ഭൂമിയിൽ ഫെഡറൽ ബാങ്ക് 33ഉം വീടുകൾ വെച്ച് നൽകി. എന്നാൽ ചെറിയ അസൗകര്യങ്ങൾ ഇവിടങ്ങളിൽ ഉണ്ടെന്ന് പറയുകയാണ് താമസക്കാർ. 1000 സ്ക്വയർ ഫീറ്റുള്ള വീടും 2 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അവർക്ക് കിട്ടിയത് ഈ 4 ലക്ഷം റുപ്യ, 2 ലക്ഷം വേറെ സഹായം കിട്ടി. അവർ ലോൺ എടുത്തിട്ടാണ് പിന്നെ ഈ 850 സ്ക്വയർ ഫീറ്റിൽ വീട് വെച്ചത്. 7 ആളുകൾ ആ വീട്ടിലുണ്ട്. ഈ 2 ബെഡ്റൂമിൽ കിടന്നുറങ്ങണം. എന്താ വെച്ചാൽ വേസ്റ്റും കുഴി കുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ അത് നിറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും കുത്താനുള്ള അതിൽ സ്ഥലമല്ല. ഈ വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ഥലമല്ലല്ലോ. റോഡിന്റെ പ്രശ്നമുണ്ട്. അതേപോലെ കുടിവെള്ളം വേനൽക്കാലമായി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ്. നല്ല റോഡും എപ്പോഴും കുടിവെള്ളം കിട്ടാനുള്ള സൗകര്യവും ഒരുക്കി ഒരു മഹാദുരന്തത്തിൽ പെട്ടുപോയവരെ നാം ഇനിയും ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കവളപ്പാറ.